വചനമൊഴി ഫെബ്രുവരി 13. വചനഭാഗം 3 യോഹന്നാൻ 1:1-8, ലൂക്കായുടെ സുവിശേഷം 15:1-10. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ചുങ്കക്കാരും പാപികളുമെല്ലാം ഈശോയെ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. പരീശയരും നിയമജ്ഞരും പെറുപെറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടൊത്ത് ഭക്ഷിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു: 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിലൊന്ന് നഷ്ടപ്പെട്ടാൽ നിങ്ങളിൽ ആരാണ് 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടി പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ തന്റെ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി അവരോട് പറയും: നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ. നഷ്ടപ്പെട്ട എന്റെ ആടിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ മാനസാന്തരം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെയും കുറിച്ച് എന്നതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഏത് സ്ത്രീയാണ് 10 നാണയം ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടുവോളം അവധാനപൂർവം അന്വേഷിക്കാത്തത്? കണ്ട് കിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും: എന്നോടുകൂടെ സന്തോഷിക്കുവിൻ. നഷ്ടപ്പെട്ട എന്റെ നാണയം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, 3 നോൻപ് കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച ഇന്ന് സഭയിൽ പ്രത്യേകമായി സന്തോഷത്തിന്റെ ദിവസമായിട്ട് ആചരിക്കുന്നതാണ്. അനുതാപത്തോടെ, പ്രായശ്ചിത്ത പ്രവൃത്തികളോടെ ദൈവവുമായിട്ടുള്ള ഹൃദയ ഐക്യത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കുന്ന ഒരു അനുതാപിക്ക് ഉണ്ടാകേണ്ട സന്തോഷമാണ്. നോമ്പും പ്രായശ്ചിത്വവും ഒക്കെ അനുഷ്ഠിച്ച് പരിഹാര കൃത്യങ്ങളിലൂടെയും അനുതാപത്തിലേക്ക് വന്ന് കർത്താവുമായും സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തി നഷ്ടപ്പെട്ടുപോയ സന്തോഷം വീണ്ടെടുക്കുന്നതിനെ അനുസ്മരിക്കുന്ന ദിവസമാണിന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടതും നഷ്ടപ്പെട്ടുപോയ 2 കാര്യങ്ങൾ തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തോടാണ് അനുതാപിയുടെ സന്തോഷത്തെ ഈശോ ഉപമിച്ചിരിക്കുന്നത്. പാപത്തിന്റെ മാർഗത്തിൽ നിന്നും പിന്തിരിഞ്ഞ് സ്നേഹത്തിന്റെ മാർഗത്തിലേക്ക്, കൂട്ടായ്മയുടെ മാർഗത്തിലേക്ക് വരുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷമാണ് ഈശോ ഇവിടെ പറയുന്നത്. ആ സന്തോഷം സ്വർഗത്തിൽ അനുഭവിക്കുന്നു. ആ സന്തോഷം അനുതാപിക്ക് ഈ ഭൂമിയിലും അനുഭവിക്കുവാൻ സാധിക്കുന്നു. 3 നോമ്പിന്റെ ചൈതന്യം കൂടുതൽ ദൈവോന്മുഖമായി വളരുന്നതിനും സഹോദരങ്ങളിലേക്ക് കൂടുതൽ സ്നേഹത്തോടെ, തുറവിയോടെ ഇടപഴകുന്നതിനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.